ദളിതർക്കെതിരായ ആക്രമണങ്ങൾ എത്രത്തോളം ഈ മോദി കാലയളവിൽ ഉണ്ടായിട്ടുണ്ടെന്ന കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ കണക്കുകൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ഭരണകാലമാണ്. ഇനി നമ്മുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 705 ഗോത്ര വിഭാഗങ്ങളുണ്ട് രാജ്യത്ത്. അതിൽ 2011 സെൻസസ് അനുസരിച്ച് 10.43 കോടിയാണ് അവരുടെ ജനസംഖ്യ എന്നത്. 4,84,839 ആദിവാസികൾ കേരളത്തിലുണ്ട്. ജനസംഖ്യയുടെ മൊത്തം ജനസംഖ്യയുടെ 1.43%. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക പുരോഗതി ഇതൊക്കെ വെച്ച് നോക്കിയാലും ആകെ ജനതയുടെ നിലവാരവുമായി ഇവർ എത്രത്തോളം മുന്നാക്കം എത്തുന്നുണ്ട്? ഇല്ല, 20% വ്യത്യാസമുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്, പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപരിവർഗം, ഈ ഉന്നത കുലജാതർ എന്ന് പറയുന്ന വിഭാഗം അനുഭവിക്കുന്ന ഒന്നും തന്നെ ഇവരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഞങ്ങൾ ആ തുല്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന് BJP ആവർത്തിച്ച് പറയുമ്പോൾ പാർലമെന്റിലും അതുപോലെ നിയമസഭകളിലും സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നതിനേക്കാൾ കൂടുതൽ ആദിവാസി ദളിത് വിഭാഗങ്ങളുണ്ടോ? ഇല്ല. അതായത് അവർക്ക് ആയി സംവരണം ചെയ്തിരിക്കുന്ന ഒരു സീറ്റുകൾ അതിൽ കൂടി വരുന്നതല്ലാതെ ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല. അവർക്കൊരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല, നിർണായകമായ പാർലമെന്ററി സമിതികളിൽ അംഗീകാരം ലഭിക്കുന്നില്ല, അവർ അതിൽ അംഗത്വം ലഭിക്കുന്നില്ല. അങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 17ാം ലോക്സഭയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ വെറും 6.67% ദളിത് ആദിവാസി പ്രതിനിധാനം. ഫിനാൻസ് കമ്മിറ്റികളിൽ 15, 16, 17. ലോക്സഭയിൽ ദളിത് ആദിവാസി പ്രാതിനിധ്യം വെറും 9.5%. അപ്പോൾ എല്ലാ കമ്മിറ്റികളും ഏറിയും കുറഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്.